അനഘ, കോഴിക്കോടും വലിയ മഴയായിരുന്നു. വടക്കൻ കേരളമാകെ മഴപ്പെയ്ത്തിൽ മുങ്ങിപ്പോയി. മലപ്പുറത്ത് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുവെന്ന വേദനിപ്പിക്കുന്ന വാർത്ത ഇന്ന് വന്നു. എന്താണ് കോഴിക്കോട്ടത്തെ ഇന്നൊരു ദിവസം? കൃഷ്ണരാജ്, വടക്കൻ കേരളത്തിൽ ഈ മഴക്കെടുതിയിൽ 3 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറത്താണ് 4.5 വയസ്സുകാരൻ ഈ തോടിന് വശത്തുകൂടി നടക്കുമ്പോൾ കാൽ വഴുതി തോട്ടിൽ വീണ് 4.5 വയസ്സുകാരനും മറ്റൊരു 2.5 വയസ്സുകാരനും മരണപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് വയനാട് അമ്പലവയൽ സ്വദേശിയായിട്ടുള്ള ബെന്നി ആണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ കൃഷിസ്ഥലത്തെ മോട്ടോർ നന്നാക്കുന്നതിനിടയിലാണ് ബെന്നി മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വടക്കൻ കേരളത്തിൽ ഈ മഴക്കെടുതിയിൽ 3 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. വയനാട് തലപ്പുഴ, കമ്പിപ്പാലം, കാപ്പിക്കളം എന്നീ തുടങ്ങിയ 3 സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രദേശത്തെ ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, കൽപ്പറ്റയിൽ തുടങ്ങിയിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഈ വീട്ടിലേക്ക് കയറിയ വെള്ളമൊന്നും തന്നെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ക്രമാതീതമായി വെള്ളം ഉയരുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വയനാട്ടിൽ നിന്ന് വരുന്ന വിവരം. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഈ ഉച്ചയോടുകൂടി നഗരപ്രദേശങ്ങളിൽ മഴ അല്പം മാറി നിന്നെങ്കിലും പിന്നീട് വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ മഴ ഇപ്പോഴും പലയിടത്തും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിലങ്ങാടാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലമാണ് വിലങ്ങാട്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വിലങ്ങാട് കനത്ത ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്തെ ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിലങ്ങാട്ടെ പുഴയിലും മറ്റ് പ്രദേശത്തുമൊക്കെ തന്നെ അതിശക്തമായ മഴയുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണിയും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആ പ്രദേശത്തെ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളുമൊക്കെ ചേർന്ന് ജനപ്രതിനിധികളുടെ യോഗം അല്പസമയം മുമ്പ് നടത്തിയിരുന്നു. അവർ സ്ഥിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്ഥിതി അപകടകരമായ രീതിയിലൊന്നുമല്ല. ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഈ വിലങ്ങാടിനെ സംബന്ധിച്ച് നൽകുന്നത്. മറ്റൊന്ന് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലും അതിശക്തമായ മഴ രാവിലെ മുതൽ തുടരുന്നുണ്ട്. കാസർഗോഡ് ചിറ്റാലൂരിലാണ് അല്പം ഇന്ന് ഉച്ചയോടുകൂടി ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്തെ വനമേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഉരുൾപൊട്ടൽ വനമേഖലയിൽ ഉണ്ടായതിനെ തുടർന്ന് ഈ മണ്ണും ചളിയും ഒക്കെ ഈ പ്രദേശത്തെ അല്പം മാറി താമസിക്കുന്ന ആളുകളുടെ വീട്ടിലെ പരിസരത്തേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴവെള്ള പാച്ചിലുണ്ടായിരിക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കാസർഗോഡ് നിന്ന് വരുന്ന വിവരം. എന്തായാലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പലയിടത്തും തുടരുകയാണ്. ഈ മഴവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മരം കടപുഴകി വീണുമൊക്കെ വലിയ നാശനഷ്ടം, കൃഷിനാശം അടക്കം ഈ വടക്കൻ കേരളത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വടക്കൻ കേരളത്തിൽ ഇപ്പോഴും റെഡ് അലേർട്ട് തന്നെയാണ്. അതിശക്തമായ മഴ കോഴിക്കോടും അതുപോലെ കണ്ണൂരും മലപ്പുറത്തും കാസർഗോഡും വയനാടും അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. മഴയ്ക്ക് ഒരു ശമനവുമില്ല എന്നുള്ളതാണ് കൃഷ്ണരാജ്.